ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് പുതിയ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾ കാണുന്ന ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ കുറേ എല്ലാം പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളതും ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്, ഞാൻ ഏകദേശം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ സാധനങ്ങളൊക്കെ തുറക്കുന്നത് തന്നെ കേട്ടോ. ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതും എന്താണ് ആ പ്രൊഡക്ട്സ് എന്നുള്ളതും അതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ ഫേസ് പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് എൽഫിൻ്റെ പോർലെസ് ഫേസ് പ്രൈമറാണ്. സോ ഈ ഒരു പ്രൈമറാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു പമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു യൂക്കാലിപ്റ്റസിൻ്റെ മണം വരുന്ന പോലെ തോന്നുന്നുണ്ട്. വളരെ മൈൽഡായിട്ട്, യെസ്, ചെറിയൊരു യൂക്കാലിപ്റ്റസ് ആ ഒരു മണം വരുന്നുണ്ട്. നമുക്ക് പുൽത്തൈലത്തിൻ്റെയൊക്കെ മണമില്ലേ, ആ ഒരു മണം വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട്, ഇത് പോർലെസ് തന്നെയാണോ എന്നുള്ളതൊന്ന് നോക്കാം. യെസ്, അത്യാവശ്യം നമ്മുടെ പോർട്സൊക്കെ അത്യാവശ്യം ഫില്ലാവുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കുഴപ്പമില്ലല്ലോ, നന്നായിട്ടുണ്ട്. വളരെ നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. കണ്ടോ, അത്യാവശ്യം നമുക്ക് പോർസ് എല്ലാം ബ്ലേഡ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. എനിക്ക് പട്ടി പ്രൈമറിനെക്കാട്ടിലും ആക്ച്വലി ഇത് ഇഷ്ടമായി. പട്ടി പ്രൈമറാണ് ഭയങ്കര ഹിറ്റായിട്ടുള്ള പ്രൈമർ. അതിനെക്കാട്ടിലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ മണത്തിൻ്റെ കാര്യം അധികം പേടിക്കണ്ട. പുൽത്തൈലത്തിൻ്റെ മണം അത്ര ഓവർ പവറിങ് അല്ല, വളരെ മൈൽഡായിട്ട് നമ്മൾ ശരിക്കും അടുത്ത് വെച്ച് നോക്കുമ്പോൾ മാത്രമേ മണം വരുന്നുള്ളൂ കേട്ടോ. കൊള്ളാം കേട്ടോ. അത്യാവശ്യം നമ്മുടെ പോഴ്സ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. നല്ല സ്മൂത്ത് ഫീല് വരുന്നുണ്ട് എനിക്ക്. മുഖം തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. നല്ല പ്രൈമറാണ് കേട്ടോ. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നതും എൽഫിൻ്റെ തന്നെ ഉള്ള പ്രൊഡക്റ്റാണ്. എൽഫിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ആൽമണ്ടാണ് 340. അപ്പോൾ ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്ലൈ ചെയ്യാൻ പോണ ഇപ്പോഴാണ് ഇതും ഓപ്പൺ ചെയ്യുന്നത്. സോ ഞാൻ ഇതും ആദ്യം നമുക്കൊരു പമ്പ് എടുത്ത് നോക്കാം. ഷെയ്ഡ് കറക്റ്റാണ്, ഷെയ്ഡ് മാച്ചാണ്. ഞാൻ ഷെയ്ഡ് മാച്ചാവോ എന്ന് എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റാണ്. ഇതിനും ചെറിയൊരു മൈൽഡായിട്ടൊരു പെർഫ്യൂം മണമുണ്ട് കേട്ടോ. ഇതൊരു ഷിയർ കവറേജ് ഫൗണ്ടേഷനാണോ എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഹെവി ഫൗണ്ടേഷൻ അല്ല. കണ്ടോ, സ്കിൻ ലൈക്ക് തന്നെയുള്ള ഒരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ മാർക്സ് ഒന്നും കവറായിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ കണ്ടോ, ഒരു ഷിയർ കവറേജ് ഫൗണ്ടേഷനാണ്, ഫുൾ കവറേജ് അല്ല. നമുക്കൊരു സ്കിൻ ലൈക്ക് എഫക്റ്റ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു ഫൗണ്ടേഷനാണെന്ന് എനിക്ക് തോന്നി. ഇതിനും ചെറിയൊരു പെർഫ്യൂം മണം നമുക്ക് വരുന്നുണ്ട് കേട്ടോ. കൺസീലറിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് റെഡി കൺസീലറാണ്. ഇതെനിക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്. നമുക്ക് ഹൈ പോയിൻറ്റ്സിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് മുഖം ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. കുഴപ്പമില്ല, നമുക്ക് മുഖം നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. ഭയങ്കര തിക്ക് കൺസീലറാണ് കേട്ടോ. ഇത് ഒരു ഫുൾ കവറേജ് കൺസീലറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൺസീലർ ബ്രഷ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. ചെറിയൊരു യെല്ലോയിഷ് ടിൻ്റ് ഉണ്ട്. മറ്റേത് എനിക്ക് തോന്നി എൽഫിൻ്റെ ഫൗണ്ടേഷൻ ചെറിയൊരു ന്യൂട്രൽ ടോണായിരുന്നു. ഇത് കുറച്ചുകൂടെ യെല്ലോ ടോൺ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. ഈ ഒരു പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് കൺസീലർ നമ്മുടെ ഫൈൻ ലൈൻസിൽ പോയി ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ണടച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ,
ഇവിടെയൊക്കെ നമ്മുടെ എൻ്റെ കണ്ണിൻ്റെ വരിയിലൊക്കെ പോയി ഉള്ളിൽ പോയി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ടോ മുഖം കൺസീലർ അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഒന്ന് സെറ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല യെല്ലോയിഷ് ടിൻറ്റ് ഉണ്ട് ഈ ഒരു കൺസീലറിന്. പിന്നെ എൻ്റെ കറക്റ്റ് ഷെയ്ഡും അല്ലാത്തതുകൊണ്ട് അതിൻ്റെയും ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ കറക്റ്റ് ഷെയ്ഡ് കിട്ടുകയാണെങ്കിലും എന്തായാലും ഫൈവ് ലൈൻസിൽ പോയിരിക്കും. പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്, ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ചെറിയ വേർഷൻ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് ആണ്. ഇതൊരു സ്ക്വയർ കോമ്പാക്റ്റ് ആയിട്ടും വരുന്നുണ്ട്, ഇങ്ങനെ വട്ടത്തിലും വരുന്നുണ്ട്. ഇതിൽ റേറ്റ് കുറവാണ് ഈ ഒരു കോമ്പാക്റ്റിന്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഈ ഒരു കോമ്പാക്റ്റിന് നമുക്ക് റേറ്റ് കുറവാണ്. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വാം ന്യൂഡാണ്. അപ്പം നല്ല കോമ്പാക്റ്റാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇതിലവർ പറയുന്നത് 12 hours നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. കൺസീലർ അപ്ലൈ ചെയ്ത സ്ഥലത്തെല്ലാം ഞാനിപ്പോൾ അതേ കൺസീലർ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഐബ്രോസ് ഷേപ്പ് ചെയ്യാം. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ എൽഫിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു സൈഡ് ബ്രഷും ഒരു സൈഡ് പെൻസിലുമാണ്. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ആദ്യം എക്സസ് ആയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമുക്ക് വരയ്ക്കാം, ഫിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ അറിയോ, ഇതിൻ്റെ മുടിയിലൊക്കെ പോയിട്ട് നമ്മുടെ പുരികത്തിൻ്റെ മുടിയിലൊക്കെ ഫൗണ്ടേഷൻ പോയിരിക്കും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ വാങ്ങിയതൊരു ബ്രൗൺ ഷെയ്ഡാണ്. എന്തായാലും എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഒരു പുരുക്കം ഫില്ല് ചെയ്തിട്ടുണ്ട്, കണ്ടോ ഡിഫറൻസ്. എനിക്ക് ആകെയുള്ളൊരു പ്രശ്നം തോന്നിയത്, നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്, നല്ല ക്രീമി ആയിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ലൂസാണ്. ഇത് അത്ര ടൈറ്റായിട്ട് നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്ന് പറയുന്ന ഈ ഒരു 10 കളേഴ്സ് വരുന്ന പാലറ്റാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പാലറ്റാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണോ എന്നുള്ളത് എനിക്കറിയാം. ഞാനിപ്പോഴാണത് വാങ്ങുന്നത്, അത് ഇപ്പോഴാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പാലറ്റാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ആമസോണിൽ ഞാൻ ഓഫർ പ്രൈസിൽ 300 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ ഇത്. ശരിക്കുള്ള പ്രൈസ് ഇതിൽ എഴുതിയിരിക്കുന്നത് 799 റുപ്പീസാണ്. സോ നല്ല ഓഫർ പ്രൈസിൽ എനിക്ക് കിട്ടിയത്. മിക്കപ്പോഴും ഇത് ഓഫർ പ്രൈസിൽ കിട്ടാറുണ്ട്, ഞാൻ അങ്ങനെ നോക്കാറില്ല. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 ഗ്ലിറ്റേഴ്സും 2 ട്രാൻസിഷൻ ഷെയ്ഡ്, ഇതൊന്ന് ട്രാൻസിഷൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ് ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡായിട്ടോ അല്ലെങ്കിൽ ഗ്ലിറ്ററായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതും ഒരു ഹൈലൈറ്റർ അല്ല, ഇതൊരു ഗ്ലിറ്റർ ഷീറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിലും ഔട്ടർ കോർണേഴ്സിലും അപ്ലൈ ചെയ്യണം. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. വാവ്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഞാൻ ഒരുപാട് വി ആക്കുന്നില്ല, കുറച്ച് റൗണ്ടഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ചെറിയ ബ്രഷ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാണ്. ക്രീസിൽ ശരിക്കും ആ വരയിൽ ഒന്നുകൂടെ ഡാർക്കൻ ചെയ്യണം കേട്ടോ. ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഔട്ടർ കോർണറിൽ ഇട്ട് കൊടുക്കുകയാണ്.
അത് നന്നായി ബ്ലെൻഡ് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ബാക്കിയുള്ള ഇന്നർ കോർണറിൽ മുഴുവൻ, അതായത് ഏകദേശം 1/4 ഭാഗത്തോളം അത് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഐബ്രോസിൻ്റെ താഴെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷെയ്ഡ് എടുക്കുകയാണ് കേട്ടോ. കണ്ണിൻ്റെ താഴേക്ക് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്, എന്നിട്ട് താഴെ എഴുതി കൊടുക്കുന്നത്. അപ്പം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫൈനൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോപ്പി ഐലൈനർ വാങ്ങിയിട്ടുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 3 ഐലൈനറാണ്. 3 കളേഴ്സിലാണ്. ഒന്ന് ചില്ലി റെഡ്, ഒന്ന് പർപ്പിൾ കളറ്, ഒന്ന് പിങ്ക് കളറ്. എനിക്ക് ഈ 3 കിട്ടിയുള്ളൂ സ്റ്റോക്കിൽ. ബാക്കി ഗ്രീനും ബ്ലൂ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നല്ല പോപ്പ് ഐ ലൈനറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. അപ്പോൾ നമുക്കിത് ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ഏത് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പർപ്പിൾ ട്രൈ ചെയ്യാം. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട് കണ്ടോ, നല്ല പോപ്പി കളറ് തന്നെയാണ്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പോൾ ഇതേമാതിരി തന്നെ ഇപ്പുറത്തും വാല് നമുക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ 2 കണ്ണും എഴുതിയിട്ടുണ്ട്, ഏകദേശം ഒരേപോലെ എഴുതിയിട്ടുണ്ട്. എനിക്കെപ്പോഴും ഭയങ്കര ട്രിക്കിയാണ് 2 കണ്ണും ഒരേപോലെ എഴുതുക എന്നുള്ളത്. പക്ഷേ സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല പോപ്പി ആയി കളേഴ്സ്. ഇത് വെച്ചിട്ട് ഞാൻ ഇനി കുറച്ച് കളി കളിക്കാൻ പോകുന്നുണ്ട്. സോ നമുക്ക് ഇനി മസ്കാര വെച്ച് ഫിനിഷ് ചെയ്യാം. സോ മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൽഫിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇതും ഞാൻ ഇപ്പോഴാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതൊരു എന്താ പറയുക, അത്ര ഹെവി ഇത് തരുന്ന ഒരു മസ്കാരയല്ല. ഒരു സാധാരണ ഒരു മസ്കാര മാതിരി. അത്ര ഒരുപാട് എനിക്കിഷ്ടമില്ല. നമ്മുടെ നാച്ചുറൽ ലാഷസിനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുന്ന മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര വലിയ ഇഷ്ടമില്ല മസ്കാര. ഒരു നാച്ചുറൽ ലാഷസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണു, നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് പോയി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ്, എൻ്റെ കയ്യിൽ ബ്രോൺസറോ കോൺടോറിംഗ് ഒന്നും ഞാൻ പുതിയത് വാങ്ങിയിട്ടില്ല. ഇനിയുള്ളത് ഒരു ക്രീം പ്രൊഡക്റ്റാണ്. ഇതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ആക്ച്വലി ലവ് എർത്തിൻ്റെ ഒരു മൾട്ടി പർപ്പസ് പോട്ടാണ്. ക്രീമി പ്രൊഡക്റ്റാണ്. നമുക്കിത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് നമുക്ക് ബ്ലഷായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ചെടുത്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട്, ഞാൻ വാങ്ങിയ ഷെയ്ഡ് കോറൽ ഷെയ്ഡാണ്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ, ബ്രഷിൻ്റെ കളറ് തന്നെ മാറി. കണ്ടോ, കളർ മാറി. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇത് ക്രീമി പ്രൊഡക്റ്റ് അല്ല. ആക്ച്വലി ഇതിൽ അവർ എഴുതിയിരിക്കുന്നതും ക്രീമി മാറ്റ് തന്നെയാണ്. സോ ഇതൊരു മാറ്റ് പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ സട്ടിലായിട്ട് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സട്ടിലായിട്ട് നല്ല പിഗ്മെൻറ്റേഷനോടുകൂടെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഡയറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്താണ് പോട്ടൊന്ന് എടുത്തിട്ട്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യം ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാം അപ്പ് ചെയ്ത ശേഷം മാത്രം നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു മാറ്റ് പ്രൊഡക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്കായിട്ടും ഐ ഷാഡോ ആയിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാം.
അപ്പം പെട്ടെന്ന് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നല്ല സൂപ്പർ പ്രൊഡക്റ്റ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇതും ഞാൻ ആമസോണിൽ എന്തോ ഒരു ഓഫർ പ്രൈസിൽ 150 റുപ്പീസിനോ 250 റുപ്പീസിനോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഷെയ്ഡിൻ്റെ പേര് ഗോട്ട് യുവർ ബാക്ക് എന്നാണ് ഷോർട്ടിൻ്റെ പേര്. സോ വി വിൽ ജസ്റ്റ് ഫിനിഷ് മൈ മേക്കപ്പ് വിത്ത് ഒരു പുതിയ സെറ്റിംഗ് സ്പ്രേ. നിക്സിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ മുഖം ഒന്ന് മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മുഖം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എക്സസ് ആയിട്ട് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പൊക്കോളും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് മുമ്പ് ഞാനൊരു ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഫുൾ സെറ്റ് ഓഫ് ലിപ്പ് ലൈനർ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫുൾ സെറ്റ് ഓഫ് ലിപ്പ് ലൈനർ സെറ്റ് അടിപൊളി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്, കാര്യം മനസ്സിലായല്ലോ. ഇതിൽ ഏകദേശം ഒരു 12 കളേഴ്സ് ഉണ്ട്. മിക്കപ്പോഴും നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടും. ഇതിലൊരു ന്യൂഡ് കളർ എടുത്തിട്ട് നമുക്ക് അപ്പോൾ ഒരു സോറി ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ന്യൂട്രൽ കളറാണ് എടുക്കുന്നത്. ഒരു ന്യൂഡ് കളറാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യേണ്ട പെൻസിലാണ്. ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കളർ കേട്ടോ, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അത്യാവശ്യം കൊള്ളാം. അപ്പം നിറയെ കളേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഞാൻ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ലോഞ്ച് എല്ലാം ഇറങ്ങിയത് നൈക്കയുടെ ഓൾ ഡേ മാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് സൂപ്പർ മോൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു ബ്രിക്കി കോറലി കൈൻഡ് ഓഫ് ന്യൂഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വാവ്, നമുക്ക് ഒറ്റ ലെയറിൽ ഫുൾ ഈ ഒരു ഇത് മതി. സെക്കൻഡ് ടൈം ഒന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഫുൾ ചുണ്ട് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു, നല്ല പിഗ്മെൻറ്റേഷൻ, നല്ല കളറ്. ഇനി ഇതൊന്ന് സെറ്റ് ആവണം. അത്ര ഹെവി ആയിട്ടൊന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.